ചേച്ചി, വീഡിയോ കോളിൽ വീണ്ടും ആതിര വന്നിട്ടുണ്ട്. ചേച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നേ. വന്നേ. അതെ, 3 കറി അടുപ്പത്തിരിക്കുന്നെ. ഞാൻ മാറി നിന്നാ അത് ഫുള്ള് കരിഞ്ഞു പോകും. ഉച്ചയ്ക്ക് വിളമ്പാനേ പിന്നെ വേറെ കറി ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ദേ അവിയലും ഉണ്ടാക്കണം. നീ ഫോൺ ഇങ്ങോട്ട് എടുത്തുണ്ടോ? അതൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം. ചേച്ചി അങ്ങോട്ട് ചെന്നേ. എന്നിട്ട് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ഇരുന്ന് ഫോൺ അറ്റൻഡ് ചെയ്യും. അവക്ക് എന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നല്ലോ. ഇവിടെ 100 കൂട്ടം ജോലി എടുക്കുമ്പോഴാ. അതെ, ജോലിയൊക്കെ അവിടെ കിടക്കട്ടെ. ചേച്ചി വാ. സുമതേച്ചി, അടുപ്പത്തിരിക്കുന്ന കറിയൊന്നും നോക്കോണേ. അതിനെവിടെയാ ഫോൺ വെച്ചേക്കുന്നേ? ബെഡ്റൂമിൽ. ഞാൻ എന്റെ ഫോൺ ബെഡ്റൂമിലല്ലല്ലോ വെച്ചത്. വീഡിയോ കോൾ വന്നപ്പോ ഞാനത് എടുത്തോണ്ട് പോയതാ. ഞാൻ വരാം. വന്നേ. എന്താ ആരാധേ നിൽക്കുന്നു. വീഡിയോയിലല്ല, നേരിട്ട് സംസാരിച്ചോ. അബിയോ? അബിയെന്താ ഇവിടെ? ഇവരെന്നെ ഇവിടെ കൊണ്ടാക്കിയതാ. എന്തിന്? അല്ല, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അടുപ്പത്തിരിക്കുന്ന കരിഞ്ഞു പോയില്ലേ? അല്ലെങ്കിൽ ഞാൻ പോവാ. അതൊക്കെ ഞാൻ സുമതേച്ചി ഏൽപ്പിച്ചു. അമൃതേച്ചി അഭിയേട്ടനോട് സംസാരിച്ചേ പറ്റൂ. എനിക്കൊന്നും സംസാരിക്കാനില്ല. എനിക്കും ഒന്നും സംസാരിക്കാനില്ല. അതെ, 2 പേർക്ക് സംസാരിക്കാനില്ലെങ്കിൽ കുറച്ചുനേരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കെ. കാർമിക ഒഴിയട്ടെ. ചെല. ഓ അപ്പോഴേ നമ്മുടെ റോള് കഴിഞ്ഞു. ബാബാ അയാളെ എവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് തനിക്ക് എന്നോടൊപ്പം സന്തോഷമായിട്ടിരുന്നൂടെ? അച്ഛനോടുള്ള ദേഷ്യത്തെക്കാ വലുത് എനിക്ക് നീയാണ്. താലി കെട്ടിക്കോളാം, കൂടെ പൊറപ്പിച്ചോളാം എന്നൊന്ന് പറഞ്ഞൂടെ അബി? എന്താ മക്കളെ? 2 പേരെയും തമ്മിൽ സംസാരിക്കാനുള്ള പാകത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയല്ല അവരുടെ കയ്യിലാ. ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു വെച്ചാ. അവര് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ ഇപ്പൊ അതെല്ലാം പറഞ്ഞു തീരും. അതുകൊണ്ടാ അച്ഛനോട് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞത്. അഭിമന്യു പോയിട്ട് അകത്തേക്ക് കയറാന്ന് പറഞ്ഞ് പുറത്ത് കൃഷ്ണൻ നിൽക്കുന്നുണ്ട്. അമൃതയും അഭിമന്യും തമ്മിലുള്ള പിണക്കം മാറിയ കൃഷ്ണന്റെ കാര്യം നോക്കണം. അച്ഛനും മോനും എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ അകന്നു കഴിയുക? അത് മാത്രം നടക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അച്ഛാ. അഭിയേട്ടന് കൃഷ്ണേട്ടനോടുള്ള ദേഷ്യം ഈ ജന്മം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വെറും തോന്നല. കാലം മായ്ക്കാത്ത ഒരു മുറിവുകളുമില്ല. ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമല്ലേ. മക്കളെ നോക്കാതെ നാട് നീളെ തെണ്ടി കിടന്ന എനിക്ക് അവസാനം മക്കളെ തന്നെ ആശ്രയിക്കേണ്ടി വന്നില്ലേ? അപ്പോഴും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയോ? ഇല്ലല്ലോ. അതുപോലെയൊക്കെ ആയിരിക്കും ഇതും. അഭിയേട്ടന് കൃഷ്ണേട്ടനോടുള്ള ദേഷ്യമായിരിക്കും അമൃതേശ്വരുള്ള പിണക്കത്തിന് കാരണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് തുറന്നു പറയണ്ടേ? ആ കൃഷ്ണനൊരു പാവാ. ഇവിടുത്തെ വഴക്കൊക്കെ തീരാൻ അയാളൊരു തടസ്സമാവുമെന്ന് പേടിച്ചാ അങ്ങ് മാറി നിൽക്കുന്നേ. എന്തായാലും കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇനിയിപ്പോ എല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത്. ഇല്ലെങ്കിൽ അവിടെ എൻ്റെ വീട്ടിലും ഇവിടെയും വലിയ പ്രശ്നമാവും. എന്തു പറയൂ അഭി? നമ്മളെ തമ്മില് എന്തോ ചെറിയ സൗന്ദര്യപ്പിണക്കം മാത്രമെന്നാ എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നെ. കല്യാണമേ വേണ്ടാന്ന് വെച്ചോന്ന് പറഞ്ഞാ ഒരു പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാവുക.
ആ എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അപ്പോ ഇനി നമ്മുടെ തീരുമാനങ്ങളിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് അഭി അങ്ങ് ഉറപ്പിച്ചു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.